സുഹൃത്തുക്കളെ, വിവാഹശേഷം നമ്മുടെ പ്രതീക്ഷകളും യാഥാർത്ഥ്യവും ഒന്നാണോ? പലപ്പോഴും വിവാഹത്തിന് മുമ്പ് വിവാഹശേഷം ഭാര്യ ഭർത്താക്കന്മാര് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന നിരവധി വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. എല്ലാം തികഞ്ഞതാണ്. അവർ സന്തോഷകരമായ ഭാഗം മാത്രമേ കാണിക്കൂ. ഭർത്താവ് വളരെ സന്തോഷവാനാണെന്നും ഭാര്യ വളരെ സന്തോഷവതിയാണെന്നും അവർ കാണിക്കുന്നു. വീട്ടിൽ വഴക്കുകളൊന്നുമില്ല, വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞാൽ നമ്മളും ഇതേ കാര്യം തന്നെ പ്രതീക്ഷിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഒരു വെർച്വൽ വിവാഹം. അത് കണ്ട് നമ്മുടെ വിവാഹ ജീവിതവും അതുപോലെ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അത് ശരിക്കും സംഭവിക്കുന്നുണ്ട്? നമ്മുടെ വിവാഹ ജീവിതവും അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ സോഷ്യൽ മീഡിയ അത്ര സത്യമാണോ? അല്ല. നിർഭാഗ്യവശാൽ സോഷ്യൽ മീഡിയ വിവാഹത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നാൽ ഇതേ രീതിയിൽ സംഭവിക്കുമെന്ന് കരുതി നമ്മൾ ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നു. അതുകൊണ്ട് ഇന്ന് വിവാഹം തികഞ്ഞതായിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ടതുപോലെ ആയിരിക്കും എല്ലാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിരാശപ്പെടരുത്. കാരണം വിവാഹ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. നിങ്ങൾ രണ്ട് വ്യത്യസ്ത വ്യക്തികളാരാ. നിങ്ങൾക്ക് വ്യത്യസ്തമായ ഇഷ്ടങ്ങളുണ്ട്, വ്യത്യസ്തമായ സ്വപ്നങ്ങളുണ്ട്, വ്യത്യസ്തമായ ചിന്തകളുണ്ട്. നിങ്ങൾ ഒരു വ്യക്തിയായി, ഒരു ശരീരമായി ഒന്നിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു. തീർച്ചയായും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. എന്നാൽ കൊലോസ്യർ 3:14 ബൈബിൾ വളരെ മനോഹരമായി പറയുന്നു, ഇതിനെല്ലാറ്റിനും ഉപരിയായി സകലത്തെയും പൂർണ്ണ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം ധരിക്കുവേൻ. അതുകൊണ്ട് നമ്മൾ യേശുവിനെ ധരിക്കുമ്പോൾ, നമ്മുടെ വിവാഹ ജീവിതത്തിലെ മൂന്നാമത്തെ വ്യക്തിയായി യേശു ഉണ്ടാകുമ്പോൾ, അവിടെ നിന്ന് നമ്മെ ഒന്നിപ്പിക്കുമ്പോൾ ഈ അപൂർണതകളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുകയും നിങ്ങളുടെ ദാമ്പത്യത്തിൽ പൂർണ്ണമായ ഐക്യമുണ്ടാവുകയും ചെയ്യും. ബൈബിളില് യാക്കോബിന്റെയും ലേയയുടെയും റാഹേലിന്റെയും ഒരു കഥയുണ്ട്. യാക്കോബിന് റാഹേലിനോട് വലിയ താല്പര്യമായിരുന്നു. അവൻ റാഹേലിനെ സ്നേഹിച്ചിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ അവന്റെ അമ്മായിയത്തൻ അവനെ കബളിപ്പിച്ച് ലേയയെ വിവാഹം കഴിപ്പിച്ചു. അന്ന് അവൻ എത്രമാത്രം നിരാശനായിട്ടുണ്ടാകുമെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. തന്റെ തൊട്ടടുത്ത് റാഹേലിനെ കാണാനായിരിക്കും അവൻ ആഗ്രഹിച്ചത്. പക്ഷെ അവൻ കണ്ടത് അവളുടെ സഹോദരി ലേയയെയാണ്. ഒടുവിൽ അവൻ കഠിനാധ്വാനം ചെയ്തു. അവൻ വർഷങ്ങളോളം ജോലി ചെയ്യും, റാഹേലിനെ ഭാര്യയായി നേടുകയും ചെയ്തു. എന്നാൽ ലേയയുമായുള്ള വിവാഹം കാരണം യേശുവിനെ കുറിച്ചുള്ള പ്രവചനം എങ്ങനെ നിറവേറ്റപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. ഇതിപ്പം സംഭവിക്കാവുന്ന ഒരു വിചിത്രമായ കഥയാണെങ്കിലും അതുപോലെ തന്നെ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പ്രതീക്ഷകൾ വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് അത് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണെന്ന് നമ്മൾ അറിയുന്നത്. നിങ്ങൾ ഇത്രയും കാലം ഒരു വ്യക്തിയായി ജീവിച്ചു. ഇനി ജീവിതകാലം മുഴുവൻ മറ്റൊരു വ്യക്തിയോടൊപ്പം ജീവിക്കാൻ പോകുന്നു. നിങ്ങളുടെ പങ്കാളിക്കും കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരുന്ന ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്കെല്ലാം ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇത് പ്രയാസകരാണെങ്കിലും കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവിടുന്ന് എല്ലാം പൂർണ്ണമായ ഐക്യത്തിലാക്കും. പരീക്ഷയ്ക്ക് മുൻപ് ഒരിക്കലും ഉത്കണ്ഠപ്പെടാത്ത, പരീക്ഷ സമയത്ത് വളരെ ശാന്തയായിരുന്ന, എല്ലാത്തിനെയും വളരെ നിസ്സാരമായി കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോ വിവാഹശേഷം കേട്ടിയുടെ ഉത്തരവാദിത്വം കൂടി വന്നപ്പോ പലപ്പോഴും ഞാൻ വലിയ ഉത്കണ്ഠയിലാകാറുണ്ട്. കർത്താവെ, ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യുന്നത് ശരിയാണോ? അവളെ നോക്കാൻ ഇത് മതിയോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. വിവാഹശേഷവും നിങ്ങൾ പഴയ ആള് തന്നെയായിരിക്കുമെന്ന് നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ പല കാര്യങ്ങളിലും അത് ശരിയാകണമെന്നില്ല. നിങ്ങൾക്കും സ്വയം മാറേണ്ടി വരും. സാഹചര്യങ്ങളും നിങ്ങളെ മാറ്റും. വിവാഹശേഷം നിങ്ങൾ മറ്റൊരു വ്യക്തിയായി മാറും. എന്നാൽ എല്ലാം നന്മയ്ക്കായി ഭവിക്കും. അതുകൊണ്ട് ഇന്ന് ചിത്രങ്ങളോ വീഡിയോകളോ കണ്ട് വിവാഹ ജീവിതം ഇങ്ങനെയായിരിക്കുമെന്ന് അമിതമായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ ആ ചിന്തകൾ മാറ്റുക, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്നറിയുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കുന്ന കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരിൽ പലരും പുതുതായി വിവാഹിതരായവരായിരിക്കാം. ഇങ്ങനെയൊക്കെ ആവും സംഭവിക്കുക, എന്റെ വിവാഹ ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതി അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാകാം. എന്നാൽ ഇന്നവർ നിരാശരായിരിക്കാം പിതാവേ.
കർത്താവെ, അങ്ങയുടെ സമാധാനവും സന്തോഷവും അവരുടെ മേൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും കുടുംബത്തിലെ ചെറിയ ആവശ്യങ്ങൾ പോലും നിറവേറ്റാനും കഴിയട്ടെ. അങ്ങനെ അവർക്ക് പൂർണ്ണമായ ഐക്യത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. കർത്താവെ, അവരെ തമ്മിൽ ബന്ധിക്കുന്നതിന് അവരുടെ വിവാഹ ജീവിതത്തിലെ മൂന്നാമത്തെ വ്യക്തിയായി അന്നുണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് യേശുവിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കൂ. നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്കും ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും യേശുവിനെ ക്ഷണിക്കൂ. അവിടുത്തെ മൂന്നാമത്തെ വ്യക്തിയായി സ്വീകരിക്കുമ്പോൾ എല്ലാം പൂർണ്ണമായ ഐക്യത്തിലാവും, തികഞ്ഞ ഐക്യത്തിലാവും. അത് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചല്ലെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരിക്കും. കർത്താവെ, ഞാനത് വിശ്വസിക്കുന്നു. ഞങ്ങളത് അങ്ങയിൽ നിന്ന് സ്വീകരിക്കുന്നു പിതാവേ. കർത്താവെ, പ്രതീക്ഷിച്ചതിലും അവർ സ്വപ്നം കണ്ടതിലും അപ്പുറമായി അങ്ങ് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ ഇന്ന് അത് സ്വീകരിക്കാൻ പോകുന്നു പിതാവേ. അവരുടെ വിവാഹ ജീവിതം നന്മയ്ക്കായി മാറാൻ പോകുന്നു. അവരുടെ വിവാഹ ജീവിതം അവർ പ്രതീക്ഷിച്ചതിലും മികച്ചതായി മാറാൻ പോകുന്നു. കർത്താവെ, ഈ ദമ്പതികളോടൊപ്പം തുടർന്നും ഉണ്ടായിരിക്കാനും അവരെ അനുഗ്രഹിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ലഭിക്കാൻ പോകുന്നു.